ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ലേൺസ് അപ്പ്. സോ നമ്മൾ NCERTയിൽ നമ്മൾ ഈ പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിൽ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമ്മൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. എന്താണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു വെഹിക്കിൾ ഇങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളെ ഫ്രണ്ടിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്ഷൻ കാണുകയാണെങ്കിൽ നമ്മളെ വണ്ടി സഡൻ ബ്രേക്ക് ഇട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ആ സ്റ്റോപ്പ് ചെയ്യാൻ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്തത് മുതൽ ആ വെഹിക്കിൾ സ്റ്റോപ്പ് ആകുന്ന വരെ അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ, വെൻ എ ബ്രേക്സ് ആർ അപ്ലൈഡ് ടു എ മൂവിങ് വെഹിക്കിൾ ദ ഡിസ്റ്റൻസ് ഇറ്റ് ട്രാവൽ ബിഫോർ സ്റ്റോപ്പിംഗ് ഈസ് കോൾഡ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. സോ നമ്മളിവിടെ ഫിഗർ നോക്കുമ്പോൾ ഒരു വെഹിക്കിൾ ഇനീഷ്യൽ വെലോസിറ്റി യുവിൽ മൂവ് ചെയ്യുന്നുണ്ട്. ദെൻ അതിന് ഓപ്പോസിറ്റ് ആണ് എപ്പോഴും ബ്രേക്ക് അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ മോഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. സോ നമ്മളവിടെ ആക്സലറേഷൻ എടുത്തിരിക്കുന്നത് എ ആണ്. ദെൻ ഈ ബോഡി സ്റ്റോപ്പ് ആകുമ്പോൾ ഇതിൻ്റെ ഫൈനൽ വെലോസിറ്റി 0 ആവുന്നു. അതുവരെ ട്രാവൽ ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് എസ് ആണ്. ഇത്തരം കാര്യങ്ങൾ നമ്മളിവിടെ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻ അറിയാം. ഇക്വേഷൻസ് ഓഫ് മോഷൻ നമുക്കറിയാം, v² ഈസ് ഈക്വൽ ടു u² പ്ലസ് 2a ഇൻറ്റു എസ് എന്ന് പറയുന്നതാണ്. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് ബോഡി സ്റ്റോപ്പായി. സോ ഫൈനൽ വെലോസിറ്റി വിൽ ബി 0 ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി സ്ക്വയർ u². നമ്മളിവിടെ നോക്കുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റാണ് ആക്സലേഷൻ. സോ ആ ടേം മൈനസ് വരും. -2 ഇൻറ്റു എ ഇൻറ്റു എസ്, അതായത് എസ് പോസിറ്റീവാണ് പക്ഷേ എ നെഗറ്റീവാണ്. കാരണം നമ്മൾ റൈറ്റ് ഡയറക്ഷനിലേക്കുള്ള ടേംസിന് മുഴുവനും പോസിറ്റീവ് എടുത്തത് കൊണ്ട് ലെഫ്റ്റിലേക്ക് ആക്ട് ചെയ്യുന്ന ടേംസിന് മുഴുവൻ നമ്മൾ എന്തെടുക്കണം? നെഗറ്റീവ് എടുക്കണം. സോ 0 ഈസ് ഈക്വൽ ടു u² മൈനസ് 2s. സോ നമുക്ക് കിട്ടും 2a ഇൻറ്റു എസ് ഈസ് ഈക്വൽ ടു u² എന്ന് കിട്ടും. സോ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എസ് ഈസ് ഈക്വൽ ടു u² ഡിവൈഡഡ് ബൈ 2a. ഇതാണ് നമ്മുടെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിനകത്ത് ക്വസ്റ്റ്യൻ വരുന്നത്, ഒരു പക്ഷേ നമുക്ക് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എത്രയാണെന്ന് കാണാൻ ചോദിക്കും, അല്ലെങ്കിൽ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് തന്നിട്ട് ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ ആക്സലറേഷൻ ചോദിക്കും, അല്ലെങ്കിൽ നമുക്ക് രണ്ട് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൻ്റെ കണ്ടീഷൻ തന്നിട്ട് അത് നമ്മൾ കമ്പാരിസൺ അല്ലെങ്കിൽ റേഷ്യോ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു u² ആണ്. സിമിലർലി എസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആക്സലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ ഓഫ് ദ വെഹിക്കിളാണ്. ചിലപ്പോൾ നമ്മൾ ഒരേ വെഹിക്കിൾ അല്ലെങ്കിൽ ഒരേ ടൈപ്പ് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന വെഹിക്കിൾസ് ഡിഫറെൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ആർക്കാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കൂടുതൽ ഉണ്ടാവാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ നമ്മൾ നോക്കേണ്ടത് ഇനീഷ്യൽ വെലോസിറ്റി കൂടുതൽ ആരാണോ അയാളുടെ സ്ക്വയറിന് പ്രൊപ്പോർഷനാണ്. സോ നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി കൂടുതലുള്ള ആൾക്കാണ് കൂടുതൽ ഡിസ്പ്ലേസ്മെൻറ്റ് വരിക. സോ ആ ഒരു കമ്പാരിസൺ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് ഈ രണ്ട് പ്രൊപ്പോർഷനാലിറ്റികൾ നമ്മളൊന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. അതിൽ നിന്നും ഈ പ്രൊപ്പോർഷനാലിറ്റി വെച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് തരുന്നതായിരിക്കും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. സോ ഇനി നെക്സ്റ്റ് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റിയാക്ഷൻ ടൈമാണ്. റിയാക്ഷൻ ടൈം എന്ന് പറഞ്ഞാൽ, നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ പറഞ്ഞു, നമ്മൾ ഒരു വെഹിക്കിൾ ഒരു കാറിൽ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ഒരു ഒബ്സ്ട്രക്കിൾ വരുന്ന സമയത്ത് നമ്മൾ സഡനായിട്ട് അത് കണ്ട് ചിന്തിച്ച് ആ വെഹിക്കിളിനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ആക്ഷൻ, ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ എടുക്കുന്ന ആ ഒരു റിയാക്ഷൻ, ആ ഒരു ടൈമിനാണ് നമ്മൾ എന്ത് പറയുന്നത്? റിയാക്ഷൻ ടൈം എന്ന് പറയാം. അപ്പോൾ എന്താണ് ഇവിടെ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത് നോക്കാം. വെൻ എ സിറ്റുവേഷൻ ഡിമാൻഡ്സ് അവർ ഇമ്മീഡിയറ്റ് ആക്ഷൻ ഇറ്റ് ടേക്സ് സം ടൈം ബിഫോർ വി റിയലി റെസ്പോണ്ട്. റിയാക്ഷൻ ടൈം ഈസ് ദ ടൈം എ പേഴ്സൺ ടേക്സ് ടു ഒബ്സർവ്, തിങ്ക് ആൻഡ് ആക്ട്. അത് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് റിയാക്ഷൻ ഉണ്ടാവും. അതിനെടുക്കുന്ന ടൈമിനാണ് നമ്മൾ റിയാക്ഷൻ ടൈം എന്ന് പറയാം. സോ റിയാക്ഷൻ ടൈമിൻ്റെ നമ്മളൊരു സ്കെയിൽ എടുത്ത് വെക്കുന്നു. സ്കെയിൽ നമ്മൾ വെർട്ടിക്കലി നമ്മളൊരു ഫ്രണ്ടിനെ കൊണ്ട് ഹോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു റീഡിങ്ങിന് കറസ്പോണ്ടിങ് ആയി നമ്മൾ ഫിംഗേഴ്സിനിടയിൽ, ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഫിംഗേഴ്സിനിടയിൽ ആ ഒരു റൂളർ അല്ലെങ്കിൽ സ്കെയിൽ വെക്കുക. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് ഫ്രണ്ടിനോട് ആ സ്കെയിൽ അങ്ങ് ഡ്രോപ്പ് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ ഗ്രാവിറ്റി കാരണം, ഇതിൻ്റെ വെയിറ്റ് കാരണം ഇത് നേരെ താഴോട്ട് പോകും. അത് ഡ്രോപ്പ് ചെയ്യുന്ന ഇൻസ്റ്റൻറ്റ് തന്നെ നമ്മൾ അതിന് എന്ത് ചെയ്യാം? പിടിക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നമ്മൾ ഇനീഷ്യലി ഇവിടെ റീഡിംഗ് ഉള്ളത് ഒരു റീഡിംഗ് ഉണ്ടായിരിക്കും. ഇനീഷ്യലി ഈ ഒരു പിടിച്ച് ഹോൾഡ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് ഒരു റീഡിംഗ് ഉണ്ടാവും. ദെൻ ഡ്രോപ്പ് ചെയ്തതിന് നമ്മൾ എത്ര റീഡിങ്ങിലാണ് ഈ സ്കെയിൽ പിടിക്കുന്നത് നോക്കുക. അതായത് സ്കെയിൽ കുറച്ച് ഡൗൺവേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ടാവും. സോ ആ മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസിന് ഞാൻ ഡി എന്ന് വിളിച്ചു. അതായത് സ്കെയിൽ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഡൗൺവേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസിന് നമ്മൾ എന്തെടുക്കുക? ഡി എന്ന് കൺസിഡർ ചെയ്യാം. ദെൻ നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ അപ്ലൈ ചെയ്യാം. നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് എ t² എന്ന് പറയുന്ന ഇക്വേഷൻ. നമുക്കറിയാം ഈ സ്കെയിലിനെ ഡ്രോപ്പ് ചെയ്യുകയാണ്. സോ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്.
അങ്ങനെയാണെങ്കിൽ സ്കെയിൽ താഴത്തോട്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് തന്നെയായിരിക്കും ഇവിടെ നമ്മൾ പിടിക്കുമ്പോൾ ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റീഡിങ്. സോ ഡി ഈസ് ഈക്വൽ ടു 0, കാരണം ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, ഫ്രീ ഫോൾ ആണ്, പ്ലസ് ഹാഫ് ഇൻറ്റു ഇവിടെ ആക്ട് ചെയ്യുന്ന ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ വെയിറ്റ് കാരണമാണ്, അല്ലെങ്കിൽ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാരണമാണ് താഴോട്ട് പോയത്. സോ ഹാഫ് ഇൻറ്റു ജി ഇൻറ്റു ടി സ്ക്വയർ. സോ ആ ടൈം ടി എന്ന് പറയുന്ന ടൈമാണ് നമ്മളുടെ റിയാക്ഷൻ ടൈം. സോ നമ്മൾ ഈ 2നെ ലെഫ്റ്റിലേക്ക് എടുക്കുക, ജീനെ ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോൾ 2 ന്യൂമറേറ്റർ വരും, ജി ഡിനോമിനേറ്ററിൽ വരും. അപ്പോൾ നമുക്ക് കിട്ടും ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2d ഡിവൈഡഡ് ബൈ ജി. സോ നമുക്ക് റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത്, റിയാക്ഷൻ ടൈം ടി ഈസ് ഈക്വൽ ടു നമുക്ക് പറയാം √2d ബൈ ജി ആണ്. ഈ ഇക്വേഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതാണ് നമുക്ക് NCERTയിൽ വരുന്ന ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്ക് എന്ന് പറയുന്നത്. സോ ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന NCERTയിലെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് നമ്മൾ റീഡ് ചെയ്യുന്നതായിരിക്കും. അതിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ തൊട്ട് മുമ്പ് വരെ നമുക്ക് റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ടായിരുന്നു, അത് ഈ തവണ ഡിലീറ്റഡ് ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ എല്ലാ ടോപ്പിക്കും നമ്മൾ NCERT ബേസിസിൽ നോക്കിയിട്ടുണ്ട്. എല്ലാ സെക്ഷൻസും എല്ലാവരും കാണുക, സംശയമുള്ളതൊക്കെ ചോദിക്കുക, കമൻറ്റുകളിലായി ചോദിക്കാം. ഓക്കെ, താങ്ക് യു.